ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവൻ്റെ എല്ലാ കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കാമെന്നും അവൻ കൽപ്പിച്ചതെല്ലാം ചെയ്യുമെന്നും വിരോധിച്ചതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും പ്രഖ്യാപിച്ച ആളുകളാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കീഴ്പ്പെട്ട് ജീവിച്ച ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ. വിശ്വാസികൾ എന്ന നിലയ്ക്ക് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ധാരാളം നന്മകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ദാനം ചെയ്യാറുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്.
അതിൻ്റെയൊക്കെ ഉദ്ദേശം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉന്നതമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ലക്ഷ്യവുമൊക്കെ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യുഅ്തൂന മാ ആതൗ വ ഖുലൂബുഹും വജിലത്തുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്, വല്ലദീന യുഅ്തൂന മാ ആതൗ വ ഖുലൂബുഹും വജിലത്തുൻ. സത്യവിശ്വാസികളായ ആളുകൾ അവർ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ ഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾക്ക് നടുക്കമുണ്ടാകുമെന്ന്, അവർ ബേജാറാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, പ്രവാചകരെ, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ എന്തിനാണ് അവരുടെ മനസ്സുകൾ ബേജാറാകുന്നത്, എന്തിനാണ് അവരുടെ മനസ്സുകൾക്ക് നടുക്കമുണ്ടാകുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അവർ കളവ് നടത്തുന്നവരാണോ, അവർ മറ്റു തെറ്റുകൾ ചെയ്യുന്നവരാണോ, അതുകൊണ്ടാണോ അവരുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ബേജാറാകുന്നത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ആയിഷ, ഒരിക്കലും അവർ കട്ടെടുത്ത, അവർ കളവ് നടത്തുന്നവരല്ല, കുറ്റം ചെയ്യുന്നവരല്ല. വലാകിന്നഹുമുല്ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, അവർ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ എന്തിനാണ് അവരുടെ മനസ്സുകൾ ബേജാറാകുന്നത്? അവർ നടത്തുന്ന ദാനം, അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം കൊണ്ടാണ്, പേടി കൊണ്ടാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, ധാരാളം നന്മകൾ ചെയ്യാറുണ്ട്, ദാനധർമ്മങ്ങളിൽ നിരതരാവാറുണ്ട്, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമാകാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സമയം ചെലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. ഭീകരമെന്നും വേദനയേറിയതെന്നും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യകളും പഠിപ്പിച്ച നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. പക്ഷേ ആ സ്വഹാബത്തിന്റെ മനസ്സിലുണ്ടായ ചിന്ത, സത്യവിശ്വാസികളുടെ ഹൃദയത്തിലുണ്ടായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഞാൻ ചെയ്യുന്ന നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, സൽക്കർമ്മങ്ങളാവട്ടെ, ഏത് പ്രവർത്തനവും എൻ്റെ റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അത് പ്രതിഫലമുള്ളതാവണമെങ്കിൽ, അതുവഴി അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ ചില നിബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രവർത്തിക്കുന്നതോടൊപ്പം പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതാവട്ടെ, വലുതാവട്ടെ, രഹസ്യമാവട്ടെ, എങ്ങനെയുള്ളതാവട്ടെ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ ചില നിബന്ധനകളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് തൗഹീദാണ്.
അള്ളാഹു ഏകദൈവാരാധനയുള്ളവരാകണം നമ്മൾ. അടിയുറച്ച തൗഹീദുള്ളവരാകണം നമ്മൾ. ശിർക്കിന്റെ ഒരു കണിക പോലും നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ആഹാരത്തിലോ നമ്മുടെ വിശ്വാസത്തിലോ കടന്നു വരാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ റബ്ബിന് സമർപ്പിക്കേണ്ട, ആ റബ്ബിന് മാത്രം നൽകേണ്ട ആരാധനകൾ, വിശ്വാസങ്ങൾ അതിൽ സംശയമില്ലാതെ, അതിൽ നിന്ന് വ്യതിചലിക്കാതെ കറകളഞ്ഞ തൗഹീദുള്ള വിശ്വാസികളായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ തൗഹീദുള്ള മുവഹിദായ മനുഷ്യൻ അടിമയായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 1, റബ്ബ് അല്ലാഹു ആണ് എന്ന വിശ്വാസം ഉണ്ടാകണം. സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചതും അവയെ നിയന്ത്രിക്കുന്നതും അവയുടെ എല്ലാം ഉടമസ്ഥനും അവയെല്ലാം പരിപാലിക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസം നമുക്കുണ്ടാകണം. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവും നിയന്താവും അല്ലാഹു ആണെന്ന വിശ്വാസം ഉണ്ടാകണം. ഒന്നിനെയും സൃഷ്ടിക്കുന്നതിലോ നിയന്ത്രിക്കുന്നതിലോ അല്ലാഹുവിന് പങ്കാളികളോ സഹായികളോ ഇല്ല എന്ന അടിയുറച്ച വിശ്വാസത്തിന്റെ ഉടമകളായി തീരാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ശിർക്കിന്റെ ധ്വനികൾ, ശിർക്കിന്റെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മടവൂരാരാ പടച്ചോനോ എന്ന് ചോദിക്കുന്നവനോട് നീ ചൊല്ലണം, അതേ മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് പ്രഖ്യാപിച്ച സമൂഹം ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ നിന്ന് അത്തരം വലിയ ശിർക്കിന്റെ വാചകങ്ങൾ ഉറക്കെ പറയുന്ന, പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മടവൂരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന കൊടിയ ശിർക്കിന്റെ ആളുകൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. നമ്മുടെ വിശ്വാസം എന്താണ്? അല്ലാഹു ആണ് ലോകത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ എന്ന വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വിശ്വാസവും ഒരാദർശവും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടാൻ പാടില്ല. രണ്ടാമത്തത് ഇലാഹ് അല്ലാഹു ആണെന്ന വിശ്വാസം ഉണ്ടാകണം. അല്ലാഹുവിനാണ് എൻ്റെ ആരാധനകൾക്ക് മുഴുവൻ അർഹതയുള്ളത് എന്ന വിശ്വാസം ഉണ്ടാകണം. അത് ജീവിതം കൊണ്ട് തെളിയിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നമ്മൾ റബ്ബിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരവും എൻ്റെ നേർച്ചകളും എൻ്റെ വഴിപാടുകളും എൻ്റെ കർമ്മങ്ങളെല്ലാം എൻ്റെ ജീവിതവും മരണവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ദിവസേന 5 നമസ്കാരങ്ങളിലൂടെ 5 തവണയെങ്കിലും ചുരുങ്ങിയത് അത് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അത് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. ഇലാഹ് അല്ലാഹുവാണ്, എൻ്റെ എല്ലാ ആരാധനക്കും അർഹൻ അല്ലാഹുവാണെന്ന വിശ്വാസം ഉണ്ടാകണം. അതിനു വേണ്ടിയായിരിക്കണം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ തേട്ടങ്ങളും നമ്മുടെ തവക്കുലും നമ്മുടെ സുജൂദുകളും നമ്മുടെ മറ്റെല്ലാ കർമ്മങ്ങളും ലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുന്നവരാകണം. അതാണ് യഥാർത്ഥ തൗഹീദുള്ള മുവഹിദായ മനുഷ്യർ ചെയ്യുന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇലാഹായ ഏകനായ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആ റബ്ബിന് തുല്യരായി ആരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പോലെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ കഴിയണം. എല്ലാ ആരാധനകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ തേട്ടങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും ലോകരക്ഷിതാവായ റബ്ബിന് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്
നാമവിശേഷണങ്ങളുണ്ട്. ഇന്നല്ലാഹ ബസീറുൻ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. ഇന്നല്ലാഹ അലീമുൻ, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. ഇത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്നവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ 6 തവണയെങ്കിലും ചുരുങ്ങിയത് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസം എന്താണ്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്നാണ്. മുവഹിദായി ജീവിച്ച, തൗഹീദിന് വേണ്ടി ജീവിച്ച, അത് പ്രഖ്യാപിച്ച മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ, ഒരു കുപ്പിക്കകത്തുള്ള കരട്, ഒരു വസ്തു എത്രത്തോളം വ്യക്തമായി ഒരാൾക്ക് കാണാൻ കഴിയുമോ അതുപോലെ ഹൃദയത്തിനുള്ളിലുള്ളത് അറിയാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾക്കുള്ളത്. ആ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഇത്തരം വിശ്വാസങ്ങൾ ഒരിക്കലും അദ്ദേഹം പ്രഖ്യാപിച്ചതല്ല. അദ്ദേഹം പറയുന്ന വാക്ക് കഫാക റബ്ബുക എന്നാണ്. നിനക്ക് നിന്റെ റബ്ബ് മതിയായവനാണ്, നിന്റെ റബ്ബ് മതിയായവനാണ്. ഒരു പ്രതിസന്ധിയിലും, ഒരു പ്രയാസത്തിലും, ഒരു പരീക്ഷണത്തിലും അല്ലാഹു അല്ലാത്ത ഒരാളിൽ അഭയം തേടുന്ന, പ്രാർത്ഥിക്കേണ്ടി വരുന്ന, സഹായം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യം വിശ്വാസിക്കില്ല എന്ന പ്രഖ്യാപനമാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് വരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസമുള്ളവരിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം വിശ്വാസമുള്ളവരാണ് നമ്മളെങ്കിൽ അത് ആ വിശ്വാസത്തെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പരലോക ജീവിതം നഷ്ടത്തിലാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, തീർച്ചയായും പ്രവാചകരെ നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നീ ശിർക്ക് ചെയ്താൽ, നീ അല്ലാഹുവിൽ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും, നഷ്ടപ്പെട്ടു പോകും, അത് സ്വീകരിക്കപ്പെടാതെ പോകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ വിശ്വാസം അടിയുറച്ചതാകണം. അല്ലാഹുവിലായിരിക്കണം നമ്മുടെ അടിയുറച്ച വിശ്വാസം ഉള്ളത്. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കുകയില്ല. എത്ര കഷ്ടപ്പെട്ടാലും, എത്ര അധ്വാനിച്ചതാണെങ്കിലും അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമുള്ളതാണ്. നമ്മുടെ നമസ്കാരത്തിന്, നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക്, നമ്മുടെ ദാനധർമ്മങ്ങൾക്ക്, നമ്മുടെ സക്കാത്തിന്, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒരു വിലയുമില്ലാത്ത ആളുകളാണ് ശിർക്ക് ചെയ്ത ആളുകൾ എന്നാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗം ഹറാമാണ് എന്നാണ്, നിഷിദ്ധമാണ് എന്നാണ്. വമഅവാഹുന്നാർ, അവന് നരകം ശാശ്വതമാണ് എന്നാണ്. അവന്റെ വാസസ്ഥലം, അവന്റെ സങ്കേതം, അവന്റെ താമസ സ്ഥലം കത്തിയാളുന്ന നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായം നൽകുന്നവരായി ആരും തന്നെയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ആക്രമം എന്താണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ഇന്ന ശിർക ലദുൽമുൻ അലീം എന്നാണ്. ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ അക്രമം ശിർക്കാണെന്നാണ്. അത് ജീവിതത്തിൽ നഷ്ടമല്ലാതെ, പരാജയമല്ലാതെ, നരകമല്ലാതെ നമുക്ക് കൊണ്ടുവരികയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ അടിയുറച്ച കറകളഞ്ഞ തൗഹീദിന്റെ
ഉടമകളായി തീരാൻ നമുക്ക് കഴിയണം. അടിയുറച്ച വിശ്വാസത്തിന്റെ ഉടമകളായി തീരാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. വിശ്വാസം, തൗഹീദിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അല്ലാഹു അല്ലാതെ സഹായത്തിന് ഒരാളെയും വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. പ്രതിസന്ധികളിൽ ഒരു ജാറത്തിലും പോയി സുജൂദ് ചെയ്യുന്ന സാഹചര്യം വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആ തൗഹീദ് ഉറപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമതായി ഇസ്ലാം പഠിപ്പിച്ചത് ഈമാൻ ഉണ്ടാകണമെന്നാണ്, വിശ്വാസം ഉണ്ടാകണമെന്നാണ്, യഥാർത്ഥ വിശ്വാസികളാകണമെന്നാണ് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സദസ്സിൽ, ആ സദസ്സിലേക്ക് തൂവെള്ള വസ്ത്രം ധരിച്ച കറുത്ത മുടിയുള്ള സുന്ദരനായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. യാത്രയുടെ ഒരു അടയാളവും അദ്ദേഹത്തിൽ കാണുന്നില്ല. അദ്ദേഹം കടന്നു വന്നു. ആ സദസ്സിലുള്ള ഒരാളും അദ്ദേഹത്തെ അറിയുകയില്ല. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്ന് പ്രവാചകന്റെ തുടയോട് ചേർന്നിരുന്ന് പ്രവാചകന്റെ തുടയിലേക്ക് തന്റെ കൈകൾ വെച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, വിശ്വാസം എന്താണ് ഈമാനിനെ പറ്റി എനിക്ക് പറഞ്ഞു തരണം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും ഒരു പ്രതിസന്ധിയിലും ആ വിശ്വാസം പതറിപ്പോകാൻ പാടില്ല, ആ വിശ്വാസം പാളിപ്പോകാൻ പാടില്ല. അടിയുറച്ച വിശ്വാസം റബ്ബിലുള്ളവനാണ്. വമലായികതിഹി, അവന്റെ സൃഷ്ടികളായ മലക്കുകളിൽ വിശ്വാസം ഉണ്ടാകണം. വകുതുബിഹി, അവൻ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം. വറുസുലിഹി, അവൻ അയച്ച ദൂതന്മാരിൽ പ്രവാചകന്മാരിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസം ഉണ്ടാകണം. വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി, നന്മയാകട്ടെ തിന്മയാകട്ടെ ജീവിതത്തിൽ എന്തു വന്നാലും അത് റബ്ബിൽ നിന്നാണെന്നുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അത് റബ്ബിന്റെ വിധിയാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. അത് റബ്ബിന്റെ പരീക്ഷണമാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, പിന്നെ അതിൽ സംശയിക്കാതിരിക്കുകയും ചെയ്യണം. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കാര്യത്തിലും അവർ പഠിപ്പിച്ച അവന്റെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും പഠിപ്പിച്ച ഒരു കാര്യത്തിലും സംശയമില്ലാതിരിക്കണം. വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, മാത്രമല്ല തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുകയും ചെയ്ത ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർ മാത്രമാണ് സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ പറഞ്ഞു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യവാന്മാരെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അള്ളാഹു അവതരിപ്പിച്ച എല്ലാത്തിലും വിശ്വാസം ഉണ്ടാകണം. അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസികളുടെ അടയാളങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, സ്വർഗാവകാശികളാണവർ. എന്താ കാരണം? വിശ്വാസികളുടെ അടയാളങ്ങളെ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. ആ അടയാളങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാകാൻ കഴിയണം. അങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരണം, അടിയുറച്ച വിശ്വാസമുള്ളവനായി തീരണം.
എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ, സത്യനിഷേധികളായി തീർന്നാൽ, ഫഖദ് ഹബിത അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയി എന്നാണ്. അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല വലതകൂനന്ന മിനൽ ഖാസിരീൻ, അവർ നാളെ പരലോകത്ത് വമയ്യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു, സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയി. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. തൗഹീദും ഈമാനും ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. അടിയുറച്ച വിശ്വാസികളായിത്തീരണം. കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളായിത്തീരാൻ നമുക്ക് കഴിയണം. വിശ്വാസത്തിലോ കർമ്മത്തിലോ ആരാധനകളിലോ ആഹാരത്തിലോ ശിർക്ക്, അവിശ്വാസം കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ഈമാനും തഖ്വയും തൗഹീദും നിലനിർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.